മൈൻഡ് അതിനെ നേരെ അറ്റാക്ക് ചെയ്യുക. ഏറ്റവും അടിപൊളി ഗംഭീര മൃഗം ഇതിനകത്തുള്ള. അങ്ങനെ ഇങ്ങനെയൊന്നും ചാവത്തില്ല. സാബർട്ടൂത്ത് തീരും. എടാ അമ്പും തീർന്ന് സ്പിയറും തീർന്ന്. എൻ്റെ പൊന്നേ ഇല്ലില്ല വരുന്ന ഓടി 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 ഓടറ 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 ഓടറ. സോ ഗൈസ് വെൽക്കം ബാക്ക് ടു ഫാർ ക്രൈ പ്രൈമൽ. കുറേ നാളെ നമ്മളിത് കളിച്ചിട്ട്. എവിടെ ഓക്കെ വെറുതെ പോയാൽ ശരിയാത്തില്ല. പോകുന്ന വഴിക്ക് എന്തിനെങ്കിലും ഇങ്ങനെയൊക്കെ കൊന്നിട്ടൊക്കെ പോയാലേ എനിക്കങ്ങോട്ട് ദഹിക്കുള്ളൂ. സാബർട്ടൂത്തിനെയൊക്കെ പിടിച്ചില്ല, ആരെങ്കിലുമൊക്കെ കൊന്നിട്ട് പോയാലും രസമുള്ളൂ. ഓക്കെ എടുക്കട്ടെ. ഇന്ന് എനിക്കിനകത്ത് പ്രത്യേകിച്ച് പ്ലാനും കാര്യങ്ങളൊന്നുമില്ല. കുറേ നാളായി കളിച്ചിട്ട് ഇപ്പോൾ കയറിയതുള്ളൂ. ഒന്നും പ്രത്യേകിച്ച് കാര്യമില്ല, ജസ്റ്റ് ഫോർ ഫൺ. പോകുന്ന വഴിക്ക് കാണുന്നു കൊല്ലുന്നു, അത്രയ്ക്ക് ഇത്രേ ഉള്ളൂ. ഇന്നിപ്പോൾ ഒരു മിഷൻ കളിച്ചാൽ കൊള്ളാമെന്നുണ്ട്. ഏത് മിഷൻ കളിക്കുമെന്ന് പ്രത്യേകിച്ച് പ്ലാനൊന്നും ആക്കിയിട്ടില്ല. നോക്കട്ടെ, എനിക്ക് ആരെങ്കിലും കൊല്ലാൻ കിട്ടുമോ നോക്കട്ടെ ആദ്യം. മാമത്ത് നിപ്പുണ്ട്, പക്ഷെ മാമത്തിന് ഇപ്പം കൈവെക്കുന്ന അത്ര നല്ല ഐഡിയ അല്ല. ചെറിയ മാമത്തായതുകൊണ്ട് കാരണം ഇച്ചിരി ഡേഞ്ചറാണ്. ആ സാധനം വിചാരിക്കും നിനക്കൊന്നും ചാവത്തില്ല. അല്ലേ വേണ്ടോ. സാബർട്ടൂത്തിന് വെച്ച് നമ്മൾ ഇതുവരെ മാമത്തിന് അറ്റാക്ക് ചെയ്തില്ല. ചെറിയ മാമത്തായതുകൊണ്ട് ഒരു ട്രൈ ഇടാം. കമാ തലയ്ക്ക് രണ്ടെണ്ണം കൊണ്ടിട്ടുണ്ട്. സാബർട്ടൂത്തിന് അടിച്ച് വിളിക്കളഞ്ഞു. ഇത് എന്തോടെ അമ്പിട്ടതും കാര്യമില്ല, പൊന്തത്തെ തന്നെ ഇടണം. അത് മിസ്സായിടോ. രണ്ട് പോയി സാബർട്ടൂത്തിന് അടിച്ച് കൊന്നത്. ഒരെണ്ണം ചത്തിട്ടാ. അത് ശരി, സാബർട്ടൂത്ത് അത്ര മോശമല്ല. പാടാ പാടാ ഇറങ്ങി പാടാ. കുഴിയിലായതുകൊണ്ട് മാമത്തിന് വരാൻ പറ്റത്തില്ല. വേണ്ട, ഇത് ചെറിയ അനിമൽസിന് മാത്രം നിൽക്കാൻ പറ്റുള്ളൂ. സാബർട്ടൂത്തിനെ റിവൈവ് ചെയ്യാനായിട്ട് എന്തെങ്കിലും വഴിയുണ്ടോ നോക്കട്ടെ. കയറാൻ പറ്റത്തില്ല. ജമ്പ് ജമ്പ് സൈഡിൽ കൂടെ വളഞ്ഞു തന്നെ പോകണം. പോകുന്ന വഴിക്ക് ചിലപ്പോൾ ആന ഇവിടെ നിന്ന് അറ്റാക്ക് ചെയ്യാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. ഇതിനകത്ത് ഇടുക്കില്ലാത്ത സ്ഥലത്താണെങ്കിൽ ആനയുടെ കയ്യിൽ നിന്ന് ചാവും. മാമത്തിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് റിവൈവ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അറ്റാക്ക് ചെയ്യാൻ പറ്റും. അത് കാരണം നമുക്ക് ഇവിടുന്ന് കൊല്ലായതിനെ. ഇവിടെ 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 നൈസ് ഫ്രെയിം അല്ലേ അത്. ഓടിക്കൊണ്ട് വന്നിട്ട് നമ്മളെ ഫ്രണ്ടിൽ കൂടെ മുട്ടുത്തിക്കൊണ്ട് വന്ന് വീഴുന്ന അടിപൊളി. അതിലേക്കിട്ട് എനിക്ക് ഇഷ്ടമായി. കഴിക്ക്. സാബർട്ടൂത്തിനെ റിവൈവ് ചെയ്തിട്ടുണ്ട്. നീ കണ്ണ് നോക്കിയിട്ട് ഒന്ന് വെച്ചോ. ഇച്ചിരി എന്താ പറയുക, ഭീകരനാണ് ഞാൻ. നോ മേഴ്സി. കൊന്നേനെ തന്നെ. അത് സാബർട്ടൂത്ത് തിന്നുന്നുണ്ടോ അതിനെ? ഇവിടെ ഇവിടെ പോടാ. ഞാൻ നോക്കുന്ന നാണമാണ്. കഴിച്ചോ, പ്രശ്നമില്ല. അതിൻ്റെ സ്കിന്നെടുക്കട്ടെ. അടിപൊളിയല്ലേ. കാട്ടിൽ കയറി വലിയ വലിയ മൃഗങ്ങളൊക്കെ വേട്ടയാടി നൈസ്. എനിക്കിഷ്ടമായി. ഇതെടുത്തിട്ട് വേണ്ടടാ ഇതിൻ്റെ കണ്ണിലിടണ്ട. ഞാൻ അത്രയ്ക്ക് ക്രൂരനാവുന്നില്ല. അതിൻ്റെ കണ്ണിൽ ഓരോന്നിട്ട് നമുക്ക് ഇതിൻ്റെ കണ്ണിൽ കുത്താൻ നോക്കാം. സിംഗം വേട്ടയാടുമ്പോൾ കാട് സെളിപ്പാർക്കുമോ. സാബർട്ടൂത്ത് ലൈഫ് കുറവാണ്. ഇല്ല കഴിക്കുമോനെ കഴിക്ക്. സ്പിയറിൻ്റെ ആനിമേഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്ന് വെച്ചാൽ കൊള്ളുമ്പോൾ ഒരു 2-3 അടി പിറകിലോട്ട് പോകും. അല്ലെങ്കിൽ ആടെ നടക്കുന്ന പോലെ വലിയ സാധനം. ഇതാണ് ഇതിനകത്ത് ഏറ്റവും മജസ്റ്റിക് ആയിട്ടുള്ള ആനിമൽ. ഔട്ട് പോസ്റ്റ്. ഇതെന്ത് തേങ്ങിയത്? മാറിപ്പോ. ഒറ്റ മൈൻഡ് അതിനെ നേരെ അറ്റാക്ക് ചെയ്യുക. ഏറ്റവും അടിപൊളി ഗംഭീര മൃഗം ഇതിനകത്തുള്ള. അങ്ങനെ ഇങ്ങനെയൊന്നും ചാവത്തില്ല. സാബർട്ടൂത്ത് തീരും. എടാ അമ്പും തീർന്ന് സ്പിയറും തീർന്ന്. എൻ്റെ പൊന്നേ ഇല്ലില്ല വരുന്ന ഓടി 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 ഓടറ 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 ചാടിക്ക ചളി പിടിച്ചു പോയി ഗൈസ്. ഇപ്പം കിട്ടിയാൻ അതിൻ്റെ കയ്യിൽ നിന്ന്. അതിൻ്റെ ഒരെണ്ണം കിട്ടിയാലേ അപ്പോഴും തീരും കേട്ടോ. ഞാനാണെങ്കിൽ അത്ര ലെവലൊന്നും ആയിട്ടില്ല. കളി തുടങ്ങിയല്ലോ നമ്മളിപ്പം. ക്ലബ് എടുത്ത് എറിഞ്ഞാൽ അത്രയും ദൂരം എത്തത്തില്ല. സ്പിയറോ അമ്പും ഇല്ലാതെ അതിനെ പിന്നെ എടുക്കാനും പറ്റത്തില്ല. പണി കിട്ടി. പിന്നെ സാബർട്ടൂത്ത് നമ്മളെ കൊണ്ട് ലൈഫ് കുറവായിരിക്കും. നാഞ്ഞടിച്ച് ചിലപ്പോൾ ചാവും. ചന്തിക്ക് നോക്കി ഒരെണ്ണം കൊടുത്തിട്ട് അങ്ങനെ കയ്യിലുണ്ടായിരുന്ന ക്ലബ് തീർന്നു. വന്നില്ല
ഉണ്ട് അതിൻ്റെ. നല്ല ദേഷ്യമുണ്ട് ചെറുക്കന്. പക്ഷെ താഴോട്ട് ഇറങ്ങി വരാൻ പറ്റത്തില്ല. അപ്പുറത്ത് വേറെ ആരോ നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. അവനെ അടിച്ചങ്ങ് കൊണ്ടുവന്നത് മതം പൊട്ടി നിൽക്കുന്ന ആനയാണ്. സ്പിയറും ഒന്നുമില്ലാതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ലൈഫ് കുറവായതുകൊണ്ട് ഒന്ന് ഓടിപ്പോയി അടിച്ച് നോക്കാം. ചിലപ്പോൾ ചാവും. വാ, നമ്മളെല്ലാം എക്സ്പ്ലോർ ചെയ്യണമല്ലോ. ചാവ് 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 കൊടുക്കും. തലയ്ക്ക് നോക്കിയാണ് നമ്മൾ അടിക്കുന്നത്. മാമത്തിൻ്റെ പവർ നിങ്ങൾക്ക് ഇപ്പം മനസ്സിലായി കാണണം. അതിന് വേണ്ടിയിട്ട് ഞാൻ മനഃപൂർവ്വം ചെയ്തതാണ്. അല്ലെങ്കിൽ ഞാനങ്ങനെ ഇത്രയും വലിയ റിസ്ക് ഒന്നും എടുക്കുന്നതല്ല. സത്യല്ലേ, കുന്തവും കുറച്ച് അമ്പൊക്കെ അവർ തന്നിട്ടുണ്ട്. അത് വലിയ മാമത്തിനെ കൊല്ലാൻ ഇച്ചിരി പാടാം. നല്ലോണം അമ്പും കുന്തമൊക്കെ കയ്യിൽ സ്റ്റോർ വേണം. അത് പോട്ടെ, നമുക്ക് അതിനെ പിന്നെ എപ്പോഴെങ്കിലും കൊള്ളാം. ഇപ്പോൾ ഒരു മിഷൻ കളിക്കാനായിട്ട് ഇപ്പോൾ ഏത് കളിക്കാം? വെറുതെ തമാശ കളിച്ച് മാമത്തിനെ കൊണ്ടിരുന്ന പരിപാടി നടക്കില്ല. ഈ ഗെയിം നമുക്ക് എത്ര പെട്ടെന്ന് കളിച്ച് തീർക്കണം. ഇവിടെ അപ്പുറത്ത് ഒരു 100ൻ്റെ മിഷനുണ്ട്. അവിടം വരെ ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റാത്ത നമുക്ക് അടുത്തുനിന്ന് ഏതെങ്കിലും ഔട്ട് പോസ്റ്റ് ആദ്യം കീഴടക്കണം. ഇവിടെ ഇപ്പോൾ ഏത് ഔട്ട് പോസ്റ്റ്? അവിടെ ഇല്ല. ഈ ഔട്ട് പോസ്റ്റ് നമുക്ക് കീഴടക്കാം. ഈ ഔട്ട് പോസ്റ്റ് കീഴടക്കി കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഫാസ്റ്റ് ട്രാവൽ കിട്ടും. അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോകാൻ എളുപ്പമാണ്. മനസ്സിലായോ? അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കാൻ ബുദ്ധിമുട്ടാവും. കിടന്ന് ഒരുപാട് കിലോമീറ്റർ നടക്കേണ്ടി വരും. അപ്പം ഞാൻ എൻ്റെ കാട്ടിലെ പാദയാത്ര തുടരട്ടെ. വേറെ ആൾക്കാരുണ്ട് ഇതിനടുത്ത്? ഇല്ല. ഡിസ്ട്രാക്ഷൻ ഒന്നും വേണ്ട, വേഗം അങ്ങോട്ടേക്ക് പോവാം. ഇതെന്താ പരിപാടി? ക്യാമ്പ് ഫയറാ? പുഴയെന്ന് മീനൊക്കെ പിടിച്ച് അതിനെയൊക്കെ ചുട്ട് നിന്നോണ്ടിരിക്കുക കേട്ടോ ഒരു വെഞ്ച ഫാമിലി. ഹലോ, ഹായ് അമ്മച്ചി, സുഖമൊക്കെ തന്നെയാണോ? ഇതൊരു മര്യാദ ഇല്ലാത്തനൊക്കെ. എണീറ്റൊന്നോ, റെസ്പെക്റ്റ്. ഇപ്പോട്ടെ നമ്മളെ കണ്ടിട്ടില്ല. ഇതെന്തത് ഭരതനാട്യം കളിക്കുന്ന അവളവിടെ വന്നിട്ട്. ഹായ്. നമ്മൾ ചാടിയപ്പോണ്ടല്ലോ അവിടെ കിടന്ന് പേടിച്ചിട്ട് പാവങ്ങളെ സമാധാനം ഞാൻ നശിപ്പിക്കുന്നില്ല. പോട്ടെ, കൈ കിട്ടുന്നതൊക്കെ എടുത്ത് വെച്ചോ. ഇതിനകത്ത് സാധാരണ മുതലേ ഉണ്ടാവാറുണ്ട്. ഇല്ലാവോ? ഇല്ല, മുതലയില്ല. സാധാരണ ഈ കുളത്തിൽ ഇറങ്ങുമ്പോൾ മുതലയുടെ എന്നാൽ കടിയിട്ട് ഞാൻ ചത്തിട്ടുണ്ട് ആദ്യം. അപ്പോൾ എന്നെ അങ്ങനെ കൊല്ലാൻ പറ്റില്ല. അപ്പോൾ ഐ എം ആൻ എക്സ്പീരിയൻസ്ഡ് ഹണ്ടർ. ഓക്കെ, ഒരു പന്നി ഇപ്പോൾ ഉണ്ട്. അത് പന്നി അൾട്രാ ഇൻസ്റ്റിങ്റ്റ് ആണെന്ന് തോന്നുന്നുണ്ട്. എൻ്റെ കുന്തം വരുന്നത് മുന്നിൽ കണ്ടവൻ ഓടിക്കളഞ്ഞു. അത് ശരി, അവനങ്ങനെ വിടുന്ന ലക്ഷണമില്ല. ഞാൻ പോയി അതിനെ എടുത്തിട്ടുള്ളൂ. എന്താ കണക്ഷൻ പോയി നിൽക്കുവാണോ ഇവിടെ? ഓടിച്ചോ, ഓടി ഓടി ഓടി. അതാണ് ഇത് കുത്തി കിട്ടിയപ്പോഴാട്ടോ അവന് ബോധം വന്നത്. സാമ്പത്തികമുള്ളതുകൊണ്ട് നമ്മളെ കളിയൊക്കെ വല്ലാണ്ട് മെച്ചപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഇങ്ങനെ നമ്മളെ എന്താ പറയുക, പന്നിയുടെ പിറകൊന്നും പോകേണ്ട കാര്യമില്ല. നമ്മളെ സാമ്പത്തികത്തിൽ പോയി പിടിച്ചോളും. ഓക്കെ, കുറേ കിലോമീറ്ററായി ഞാൻ ഇങ്ങനെ കിടന്ന് ഓടുന്നു. എനിക്ക് പുലിയുണ്ട്. ഓടല്ലേ? തീ കൊണ്ട് അതിനടിക്കുമ്പോൾ തീ പിടിക്കുമെന്ന് നോക്കാൻ ഒരു രസമായിരുന്നു. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ അടിച്ചപ്പോൾ തീ പിടിച്ചായിരുന്നു. തീ പിടിച്ച് ഓടുന്നതാണ് അതിന് രസമാണ്. പക്ഷെ നിന്നൊന്നുമില്ല. സാബത്തുള്ളതുകൊണ്ട് പിന്നെ വരത്തില്ല, ഓടി രക്ഷപ്പെട്ടളായി. എവിടെ പോണ സ്ഥലവും? ഔട്ട് പോസ്റ്റ് ഇവിടുന്ന് അടുത്താണ്. ഈ കല്ലിൻ്റെ അപ്പുറത്താണെന്നൊക്കെയാണ് പറയുന്നത്. ജമ്പ്. എത്തി. മിഷൻ കളിക്കണമെന്ന് പറഞ്ഞാൽ വന്നത്. പിന്നെ ഔട്ട് പോസ്റ്റ് കീഴടക്കുന്ന ഫാസ്റ്റ് ട്രാവൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, കുറച്ച് ഡെപ്ത് ഫ്രം മൊബൈലും സ്നീക്കി അറ്റാക്കും കാര്യങ്ങളൊക്കെ ചെയ്യണം. ചെറിയ ഈസിയാണ് ഡിഫിക്കൽട്ടി ലെവൽ. അപ്പോൾ പിന്നെ ബുദ്ധിമുട്ടുള്ള കേസല്ല. വേബന്മാരെ ഫിനിഷ് ചെയ്യാം. ബ്ലോക്കായോ ഞാൻ? ഒരു എഫക്റ്റ് ഉണ്ട് നിങ്ങൾ തീകത്തുനിന്ന് അമ്പം കൊണ്ട് വെള്ളത്തിൽ വീണപ്പോൾ പുക വന്നത്. ഐ ലൈക്ക് ഇറ്റ്. അടിപൊളി. രാത്രി പാട്ടൊക്കെ പാടി ചെണ്ടയും കൊട്ടി ഇരിക്കുക കേട്ടോ ഇവിടെ ആൾക്കാർ. ഇവിടെ ആരും കാണുന്നില്ലല്ലോ. ഇവിടെ ഒന്നും ആരുമില്ല. ചെണ്ട കൊട്ടുന്ന സൗണ്ട് കേൾക്കുന്നുണ്ടോ? കേട്ടില്ലേ? ക്യാമ്പ് ഫയറൊക്കെ ഇട്ട് ചെണ്ടയൊക്കെ കൊട്ടിരിക്കുക. ഉറങ്ങാനായിട്ടില്ല. ലൈബൊക്കെ മണ്ടേ കൂടെ കയറിയിട്ട് ഡെപ്ത് ഫ്രം മൊബൈൽ കൊടുക്കുക. അതാ ജമ്പ്. സർപ്രൈസ്. ഡെപ്ത് ഫ്രം മൊബൈൽ. ഇനി ഇവിടെ ആരുണ്ട്? ഒരാളേ ഉള്ളൂ. അല്ല, ആൾക്കാരൊക്കെ കൊണ്ടു കഴിയുമ്പോൾ ആരും കാണുന്നുണ്ടോടാ? അതൊക്കെ ഞാൻ തുറന്നിടാം. അത് ശരി, തുറന്നു വിട്ട് എന്നെ പഠിക്കാൻ പറ്റുന്ന പോടാ ടേക്കിടം. അത് ശരി. എടാ എന്നാ പിടിച്ചോ. തലമുണ്ടൊക്കെ റെഡി ഓഫായ വീണ. അതായത് ഇവനവിടെ കിടന്ന് ഉറങ്ങായിരുന്നു. മറ്റവനെ കൊന്നവ അറിഞ്ഞിട്ടില്ല. അതാ സംഭവം. ഇല്ലായിരുന്നേ പ്രശ്നമായേനെ. വീട്ടിലൊന്നും ആരെയും കാണുന്നില്ലല്ലോ. ഈ എത്തിച്ചോട്ട ഒരു വെഞ്ചാനെ ഇവിടെ കൊന്നിട്ടിട്ടുണ്ട്. ഇവിടെ നിന്ന് ആരും ഇല്ല. പിന്നെ കുറച്ച് അപ്പുറത്തോട്ട് മാറി ക്യാമ്പ് ഫയർ ഇട്ടിരിപ്പുണ്ട് കേട്ടോ. ഓക്കെ, നമുക്ക് കമ്പറ്റ് എടുക്കാം. ഹെഡ് ഷോട്ട് മാത്രമേ കൊടുക്കാറുള്ളൂ. അതെന്തോ കഴുത്തിലായിപ്പോയി. ഒരെണ്ണം കൂടി. അത് ഹെഡ് ഷോട്ട്. അത് ഹെഡ് ഷോട്ട് കഴിഞ്ഞാ. ഇനി ആൾക്കാർ എവിടെയൊക്കെ ഉണ്ട്? ആരോ ഓടുന്ന സൗണ്ട് കേൾക്കുന്നില്ല. അവനോടല്ലേ?
വേണ്ട ഓടുന്നവന്മാരെ അല്ല വേണ്ട കൊന്നളെ വിളിച്ചു. യെസ്, അങ്ങനെ ഈ ഔട്ട് പോസ്റ്റ് വളരെ സിമ്പിളായിട്ട് ബ്യൂട്ടിഫുള്ളായിട്ട് ഡെത്ത് ഫ്രം അബോവും ടേക്ക് ഡൗൺ ഒക്കെ ചെയ്ത് ഞാൻ കീഴടക്കിയിട്ടുണ്ട്. മൊത്തം 15 ഔട്ട് പോസ്റ്റ് ഉണ്ട്. അതിൽ ആദ്യത്തെ ഔട്ട് പോസ്റ്റ് ആട്ടോ. 15 തന്നെ എടുക്കണ്ടല്ലോ. ഓരോന്ന് കഴിയുന്നതോറും ഡിഫിക്കൽട്ടി കൂടി വരും. അപ്പോഴേ അതിനൊരു രസമുള്ളൂ. ഫസ്റ്റത്തെ ഔട്ട് പോസ്റ്റ് കണ്ട് പോട്ടെ. ഇനിയിപ്പോൾ ഇവിടെ നമുക്ക് ഫസ്റ്റ് ലെവൽ കിട്ടി. ഇത് നമുക്ക് ഈ 100ൻ്റെ സ്ഥലത്തോട്ട് പോവാം. ഒരു മിഷനെങ്കിലും കളിച്ചിട്ട് വെച്ചില്ലെങ്കിൽ ഗെയിം മുന്നോട്ട് പറ്റില്ല. ലെറ്റ്സ് ഗോ. പുലിയുടെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ സാപട്ടത്തുള്ളതുകൊണ്ട് നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല. വെറുതെ എൻ്റെ അടി വാങ്ങാനായിട്ട് നോക്കിക്കൊണ്ട് നിൽക്കുക. കിളി പറന്ന കുറേ സാധനങ്ങൾ നമ്മളെങ്ങോട്ട് വിളിച്ചുകൊണ്ട് പോകാൻ തോന്നുന്നുണ്ട്. അതാ പിന്നെ ഞാൻ അങ്ങനെ നിൽക്കുന്നു. അവിടെ അല്ല ഒട്ടന്മാരാണോ ഇതൊക്കെ? പുതിയൊരു സ്ഥലത്തോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ തീയൊക്കെ ഉണ്ട്, പക്ഷെ ആൾക്കാരാരെയും കാണുന്നില്ല. ആരുടെ കുടിൽ ഞാൻ തീയിട്ടോ. ബെഞ്ചയുടെ സ്ഥലമാണോന്ന് അറിയത്തില്ല. വാട്ടെവർ. തീയത്താണ് രസമുണ്ട്. ഇവിടെ കൂടെ കത്തിക്കാം. അയ്യവ, ഞാൻ എൻ്റെ കയ്യിലുള്ള ക്ലബിൻ്റെ ലൈറ്റ് ഓഫ് ആക്കട്ടെ. അപ്പോൾ കാണാൻ നല്ല രസമായിരിക്കും. അയ്യവ നിന്ന് കത്തുന്നുണ്ടാ. ദിസ് ഈസ് മൈ എൻ്റർടൈൻമെൻറ്റ്. വാ, സമയമില്ല. ഡിസ്ട്രാക്ഷൻ കളിച്ച് തന്നാൽ ശരിയാവില്ല. അത് ഡിസ്ട്രാക്റ്റ് ആക്കാനായിട്ടാണെങ്കിൽ ഒരുപാട് സാധനങ്ങളുണ്ട്. പോയി നേരെ നമ്മുടെ മിഷൻ കളിക്കാനായിട്ട് പോവാം. പുതിയൊരു സാധനം കിട്ടി. അതാ നമ്മളെ മിഷൻ്റെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. തുടങ്ങട്ടെ. യാ, മിഷൻ സ്റ്റാർട്ടായി. ഇപ്പം കയറിയാൻ അമ്പ് കൈ കൂടെ. ഇതാണെന്ന് തോന്നുന്നു കേട്ടോ, ജെയ്മി ഹണ്ടർ അങ്ങനെ എന്തോ ആണ് ഇതിൻ്റെ പേര്. അപ്പ ഉപ്പന്നല്ല. യെസ്, ഐ ആം നിഞ്ച. ഞാൻ പറയാം മച്ചി, നമ്മൾ ഭയങ്കര യങ്ങാന്നാണ് പറയുന്നത്. അവരുടെ ഡാൻസ് ഉണ്ടാ. മാമത്തിന്റെ കാലടക്കാണ് നമ്മുടെ കാലം പറഞ്ഞത്. അവരെന്തോ ബിയറിനെ അറ്റാക്ക് ചെയ്യായിരുന്നു. അപ്പൊ നമ്മളെ ഇടയിൽ കൂടെ കയറി ബിയർ പേടിച്ചോടിയിരുന്നു. ഒരു ബിയറിനെ പിടിക്കാൻ 2 ദിവസമോ? ഞാൻ അതിനേക്കാളും പെട്ടെന്ന് ബിയറിനെ പിടിക്കുമെന്ന്. അതായത് 100നെ ചലഞ്ച് ചെയ്യട്ടോ. നമ്മള് എങ്ങനെ കരടി പിടിക്കേണ്ടതെന്ന് പഠിപ്പിച്ച് കാണിച്ചു കൊടുക്കും. അതൊക്കെ നമുക്കറിയാട്ടോ. എൻ്റെ കയ്യിലുള്ള സാധനത്തിനെ കണ്ടില്ലല്ലോ. സാബർട്ടൂത്ത് അപ്പോഴേ അവളവിടെ ഇപ്പൊ സുന ആപ്ലിക്കേഷൻ എല്ലാം കൂടി പോയാനെ. ഇവർക്കൊന്നും ഇനി കരടി പിടിച്ചു കൊടുക്കുന്നതാണെന്ന് തോന്നുന്നുണ്ട് മിഷൻ. യെസ്, ഓൺ ദ ഹണ്ട്. ലെറ്റ്സ് ഗോ. ഇപ്പം നമുക്കൊരു പ്രശ്നമുണ്ട്. സാബർട്ടൂത്തോടെ പോയിപ്പാ. സാബർട്ടൂത്തിലെ കരടി നമ്മൾ അറ്റാക്ക് ചെയ്യും. സാബർട്ടൂത്തുള്ളപ്പോൾ കരടി നമ്മൾ അറ്റാക്ക് ചെയ്യൂല. അതാണ് അതിൻ്റെ ഒരു വ്യത്യാസം. ഇതാവട്ടെ, കരടിയുടെ ട്രാക്ക് ഇവിടെ കാണുന്നുണ്ട്. ഇത് ട്രാക്ക് ഫോളോ ചെയ്തൊക്കെ പോയാൽ മതി, കിട്ടും. ട്രാക്ക് ദ ബെയർ, ഹോൾഡ് വി ടു യൂസ് അണ്ടർ വിഷൻ. ഓക്കെ, കരടി ഇതുവഴി പോയിട്ടുണ്ടാവുമോ? ഇല്ല. പൊട്ടനാണോ നീ? കരടി എങ്ങനെ അത് ചാടിപ്പോണത്? ഇതുവഴിയാണ് പോയിരിക്കുന്നത്. ഇവിടെ ട്രാക്കുണ്ട്. ഇവിടെ ഒരു വെഞ്ചനെ കൊന്നു വെച്ചിട്ടുണ്ട് കേട്ടോ. ബിയർ അറ്റാക്ക് ഫാസ്റ്റ്. ഒക്കെ ഇതുണ്ടോ അവന്മാരിട്ട് മീനിനെ പിടിച്ച് വെച്ചേക്കുന്ന സാധനമൊക്കെ തകർത്ത് മറിച്ചിട്ട് അത് തിന്നിട്ടാണ് പോയിരിക്കുന്നത്. എൻ്റെ മോനെ, ആ ഒരു ബ്യൂട്ടി നോക്കിയത്. നേരത്തെ ഇരുട്ടായിരുന്നു, ഇപ്പോൾ നേരം വെളുത്തപ്പോൾ ആ ഒരു ഗ്ലാമർ ഉണ്ടാവും. ഡിസ്ട്രാക്റ്റ് ആവുന്നില്ല. ഞാൻ നേരെ ഗെയിമിലോട്ട് കിടക്കട്ടെ. ബ്യൂട്ടി ഒരു രക്ഷയില്ല. വെള്ളത്തിനടിയിലാണെങ്കിലും നോക്കിയേ, ശരിക്കും വെള്ളത്തിനടിയിൽ നിൽക്കുന്ന നടക്കണല്ലേ. വെയിലടിക്കണം, വെയിലടിച്ചാലൊരു സുഖമുള്ളൂ. വേണ്ട, ഡിസ്ട്രാക്റ്റ് ആവുന്നില്ല. വിഷയം കളിച്ച് തീർക്കട്ടെ. കുറേ നാളായി കളിക്കുന്നു. ഇതുവരെ ഞാനാകെ 10% ഫിനിഷ് ആക്കിയിട്ടുള്ളൂ. കൂട്ട് കരടി ഇവിടുന്ന് വെള്ളത്തിലോട്ടല്ല, ഈ സൈഡിൽ അങ്ങോട്ടാണ് കരടി പോയത്. കുറേ നേരം ഞാൻ എൻ്റെ പിറകെ കിടക്കുന്നു. ഇതുവരെ കാണാൻ പറ്റിയിട്ടില്ല. എവിടെയത്? അവിടെ കിട്ടി മോനെ. കാണുന്നുണ്ട് അവിടെ എനിക്ക് കാണാം. മറ്റേ സാൻ്റെ ഇടുമ്പോൾ കുറേ പുക വരുന്നുണ്ട്. ആ പുക ഫോളോ ചെയ്ത് തന്നെ പോകണമെന്ന് തോന്നുന്നുണ്ട്. നമ്മളെ സ്ഥിരം കയറിപ്പോൾ എനിക്ക് വെറുതെ അറ്റാക്കാൻ പറ്റില്ല. പമ്മി പോവാം. ഓക്കെ, ട്രാക്ക് ദ സെൻഡ്, ഫൈൻഡ് ദ ബെയർ. കണ്ടുപിടിച്ച് ഞാൻ ഇവിടെ കാണാം. ഇങ്ങനെ എഴുതി കാണിക്കണമെന്നില്ല. പിന്നെ നമ്മൾ നടക്കുമ്പോൾ സാബർട്ടൂത്ത് ഫ്രണ്ടിൽ കൂടി ഇങ്ങനെ പമ്മി പോകണുണ്ടോ? അടിപൊളിയല്ലേ. ഇതുവഴി അങ്ങോട്ടല്ല. അത് ബെയറിനെ കാണുന്നുണ്ടെന്ന് ഇല്ലേ? ഇപ്പോൾ കാണുന്നില്ലേ? എത്താൻ നമ്മളതിനെ കണ്ടുപിടിച്ചു. ഇനിയിപ്പോൾ അതിനെ കൊല്ലുന്ന വയ്ക്കണേ. ഇപ്പോഴേ കൊല്ലണ്ട, അതിന് അടുത്ത് പോയിട്ട് കൊല്ലാം. ആ സെൻറ്റ് ട്രാക്ക് ചെയ്ത് പോകാനാണ് പറഞ്ഞത്. അവിടെ പോയി ഹായ് ഹലോ ഒറ്റയ്ക്ക് നോക്കി വരണം. പൊട്ടിട്ട് കൊടുത്തു 2.
അറ്റാക്ക് ചെയ്യാൻ വന്നിട്ട് കരടി നീന്തുമല്ലേ, കരടിയുടെ കൂടെ നീന്തുണ്ടോ ഞാൻ. അടിപൊളി അടിപൊളി അടിപൊളി. നമ്മുടെ കൂടെ സാബറ്റത്തുള്ളതുകൊണ്ടേ അറ്റാക്ക് ചെയ്യും. കരടിക്ക് നമ്മൾ അറ്റാക്ക് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഈ മിഷൻ വളരെ സിമ്പിൾ. സാബറ്റത്ത് നീന്തൂല, പക്ഷെ കരടി നീന്തുന്നുണ്ടോ വെള്ളത്തിൽ കൂടി. അയ്യോ രക്തം വന്നുണ്ടോ വെള്ളത്തിൽ സ്പ്രെഡായത്. ഗ്രാഫിക്സൊക്കെ അടിപൊളി. വെള്ളത്തിൽ ചത്തിടങ്ങുന്നതാണ് നൈസ്. മച്ച് സാറ്റിസ്ഫൈ. താമരൻ്റെ ഇത് അതിനിടയിൽ കൂടെ കരടിയും മരിച്ചിടക്കുന്നു. ആ ബ്യൂട്ടി ഉണ്ടോ, ഇനി ബ്യൂട്ടി ആസ്വദിക്കാം. മിഷൻ ഫിനിഷ് ചെയ്തല്ലോ, കരടിയൊക്കെ വന്നിരിക്കുന്നു. ഈ സിമ്പിൾ മിഷനായി കഴിഞ്ഞിട്ട് ഫൈൻഡ് ദ ഹണ്ടേഴ്സ്. ഓക്കെ, ഇനി 100 കണ്ടുപിടിക്കണം. ഈ സിമ്പിൾ മിഷനൊക്കെ എത്രയും പെട്ടെന്ന് കളിച്ച് തീർത്താലും നമുക്കിനി നല്ല നല്ല മിഷൻ, വലിയ വലിയ മിഷൻസ് വരുന്നുണ്ട്. ഓക്കെ, മറ്റേ ബ്ലഡ് ടെസ്റ്റ് മാമത്ത് അങ്ങനെ എന്തൊക്കെയോ വലിയ മിഷനുകളൊക്കെ ഉണ്ട്. യെസ്, ഫൈനലി നമ്മളെ മിഷൻ കംപ്ലീറ്റ് ചെയ്ത് ഹണ്ടേഴ്സ് വന്നിട്ടുണ്ട്. ഓക്കെ, അവർ ബീസ്റ്റിനെ എന്തോ ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു നമുക്ക് ഈ പെട്ടെന്ന് കൊല്ലാൻ വേണ്ടിയിട്ട്. പിന്നെ ഇനിയൊക്കെ മാമത്തിൻ്റെ നടി കൊണ്ട് ചത്തുകൊണ്ട് ഞാൻ മാമത്തിനെ കൊണ്ടൊന്നും പറയുന്നില്ല. യെസ്, ആ മിഷൻ കംപ്ലീറ്റ് ആയി. ജൈമ നമ്മുടെ എന്താ പറയുക വില്ലേജിലോട്ട് ആഡായിട്ടുണ്ട്. ഓൺ ദ ഹൈറ്റ് കംപ്ലീറ്റഡ്. സോ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ഒന്നും ചെയ്യാൻ മറക്കണ്ട. ഇനി ബാക്കി വീഡിയോസൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അടുത്ത വീഡിയോസൊക്കെ പടപെടാൻ തന്നെ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നതായിരിക്കും. സീ യു.